ജമ്മുവിൽ ഇന്ന് രാത്രിയും പാക് പ്രകോപനം. അതിർത്തിയിൽ ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തി. തിരിച്ചടിച്ചു ഇന്ത്യൻ സേന. 50ഓളം ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വീണ്ടും ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം ഗുജറാത്ത്, പഞ്ചാബ് നഗരങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാൻ എന്നാണ്. പക്ഷേ ആ ആക്രമണങ്ങളെ മുളയിലേ നുള്ളി തിരിച്ചയക്കുന്നു ഭാരത സൈന്യം. അതേസമയം ലാഹോറിലും കറാച്ചിയിലുമൊക്കെ നഗരങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പാകിസ്ഥാൻ ആലോചിക്കുമ്പോഴേക്കും തയ്യാറെടുക്കുന്നു നമ്മൾ, അല്ലേ? കൃഷ്ണാജ്, പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്തിട്ടുള്ളത് ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സിസ്റ്റം S-400, അതായത് സുദർശന ചക്രം എന്ന ഭാരതം പേരിട്ടിട്ടുള്ള റഷ്യൻ നിർമ്മിതിയായിട്ടുള്ള S-400 എന്നിട്ടുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനം, ഒപ്പം ആകാശ് സിസ്റ്റവുമാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ജമ്മുവിൽ വിവിധ മേഖലകളിൽ, ജമ്മു വിമാനത്താവളം, സാംബ, അഗ്നൂർ, കൂടാതെ ജമ്മു യൂണിവേഴ്സിറ്റി, സൈനിക കേന്ദ്രങ്ങൾ, പത്താൻകോട്ട്, കൂടാതെ രാജസ്ഥാൻ അതിർത്തിയിലുമാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിലെത്തി. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ് F-16 ജമ്മു ലക്ഷ്യമാക്കി എത്തുകയും ഈ ഫൈറ്റർ ജെറ്റ് ഭാരതം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ മറ്റൊരു പ്രകോപനം കൂടി ഇപ്പോൾ ഭാരതം അതിവിജയകരമായി പ്രതിരോധിക്കുകയായിരുന്നു. അതിന് ഏത് രീതിയിലുള്ള തിരിച്ചടി ഈ രാത്രിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം, ഇപ്പോൾ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ, കഴിഞ്ഞ ദിവസം രാത്രി പഞ്ചാബിലെയും ഗുജറാത്തിലെയും നഗരങ്ങളും കൂടാതെ ഈ ശ്രീനഗറിലെയും ജമ്മുവിലെയും പത്താൻകോട്ടിലെയും എല്ലാം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുകയും മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് പാഞ്ഞു വരികയും ചെയ്തിരുന്നു. എന്നാൽ അത് വളരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് തിരിച്ച ലാഹോറിലും റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും, പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് 7 സ്ഫോടനങ്ങളാണ് ഭാരതം നടത്തിയിട്ടുള്ളത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്. കൂടാതെ ആളില്ലാ വിമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ ഉണ്ടായി. അത് റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ലാഹോറിലും ഉൾപ്പെടെ, ലാഹോറിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ തച്ചു തകർത്തുകൊണ്ടുള്ള മറുപടിയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകിയിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും വേണം, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ ആണ് നമുക്ക് ആ കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഇത്തരത്തിൽ ലാഹോറിലും റാവൽപിണ്ടിയിലും ഉൾപ്പെടെ തിരിച്ചടി നൽകിയതിന് ശേഷം ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും ഒപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, സംഘർഷം വഷളാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഭാരതം ആഗ്രഹിക്കുന്നില്ല, അതിർത്തിയിൽ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രകോപനം ഇനിയുണ്ടായാൽ അതിനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശം, നിലപാട് ഭാരതം വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ജമ്മു ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകൾ വീണ്ടും ആക്രമിക്കാനാണ് നമ്മുടെ അയൽ രാജ്യം ശ്രമിച്ചിട്ടുള്ളത്. അതിന് ശക്തമായ തിരിച്ചടി ഇന്ന് നേരം പുലരുന്ന മുൻപേ തന്നെ നമ്മുടെ സൈന്യം നൽകും എന്ന ഉറപ്പ് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെയും ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ നടപടികൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഏതായാലും പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റ് F-16 ഇപ്പോൾ അതിർത്തി മേഖലയിൽ ഭാരതം വെടിവെച്ച് വീഴ്ത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം, അല്ലെങ്കിൽ അത് എത്രത്തോളം വസ്തുതയുള്ളതാണ് എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ യുദ്ധവും അല്ലെങ്കിൽ ഈ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട വിവിധ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ്. അത് പ്രതിരോധ സംവിധാനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും പ്രതിരോധ മന്ത്രാലയത്തെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് F-16 അതിർത്തി മേഖലയിൽ ഭാരതം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളത്. കൂടാതെ ജമ്മു മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ജമ്മു യൂണിവേഴ്സിറ്റിയും ജമ്മു വിമാനത്താവളവും ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചു. ഏകദേശം 50-നടുത്ത് ഡ്രോണുകൾ ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ജമ്മു മേഖലയിൽ തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഡ്രോൺ പോലും ലക്ഷ്യം കാണുകയോ സ്ഫോടനമുണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിവരങ്ങളും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്.